പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ മഴക്കാലത്ത് മണ്ണിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ ചെരുപ്പിടാതെ നടക്കുന്നവർ, പിന്നെ പശുവുള്ളവർ തൊഴുത്തിലൊക്കെ പോകുമ്പോഴും അതേപോലെ തന്നെ ഷൂസും സോക്സും ധരിക്കുന്നവരുടെയും കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ പുഴുക്കടി ഉണ്ടാവാറുണ്ട്. ഭയങ്കര ചൊറിച്ചിലായിരിക്കും. എത്ര ചൊറിഞ്ഞാലും അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. അതേപോലെ തന്നെ വെള്ള കളറായിരിക്കും, ചിലപ്പോൾ ഒരു ദ്രവിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് ഞാനിന്ന് ഒരു തൈലം ഉണ്ടാക്കാൻ പോവുക. എനിക്ക് അങ്ങനത്തെ പ്രശ്നം വരാറില്ല, പക്ഷെ വല്ലപ്പോഴും ഏതെങ്കിലും വർഷമൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു സംഭവമാണിത്. അതിന് കുറച്ച് ചേരുവകളുണ്ട്, പച്ചിലകൾ. അപ്പോൾ അത് പറിച്ചെടുക്കണം. പിന്നെ ഇതേപോലെ തന്നെ ചെയ്യണം, നിങ്ങളെല്ലാവരും ചെയ്തു തന്നെ ആവണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ പറിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് കാണാം. അത് ഞാൻ കാണിക്കാം. താല്പര്യമുള്ളവർ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. കറുവപ്പട്ടേൻ്റെ ഒരില ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കറുവപ്പട്ടേൻ്റെ ഒരില. അതുപോലെ തേക്കിൻ്റെ ഈ തിരുള് ഇല, അതൊരു 2 എണ്ണം എടുക്കുക, ഉണ്ടോ. അതുപോലെ നീല ശംഖുപുഷ്പത്തിൻ്റെ ഇല കുറച്ച് വേണം. നീല ശംഖുപുഷ്പത്തിൻ്റെ ഇല ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നീല ശംഖുപുഷ്പത്തിൻ്റെ കുറച്ച് പൂക്കൾ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇലയുണ്ടല്ലോ, അതുകൊണ്ട് 3 നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. അതുപോലെ മൈലാഞ്ചി കുറച്ച് വേണം. പിന്നെ വേണ്ടുന്ന കരിന്തുളസി ഒരു ഇത്രയും എടുത്തിട്ടുണ്ട്. ചുവന്ന കാട്ടിലെല്ലാം കാണുന്ന ചീരിയം വേണം കേട്ടോ. പിന്നെ വേണ്ടുന്നത് 2 ആത്തമരത്തിൻ്റെ, നമ്മൾ ആത്തച്ചക്കയെല്ലാം തിന്നാറില്ലേ, സീതപ്പഴം എന്നെല്ലാം പറയുന്നത്, ആ സാധനത്തിൻ്റെ 2 ഇല. ഫസ്റ്റായിട്ടും വേണ്ടത് 2 കറിവേപ്പിലിൻ്റെ തണ്ട്. ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂർക്കില വേണം. കൂർക്കില ഇവിടെ ഉള്ളത് ഇതാണ് നല്ല സ്മെല്ലുള്ള, നല്ല ഗുണമുള്ളൂ. അപ്പോൾ 2 കൂർക്കില എടുത്തിട്ടുണ്ട്. 2 അല്ല 3 എണ്ണം എടുത്തിട്ടുണ്ട്. സാദാ പനിക്കൂർക്ക അതൊരു 3 എണ്ണം അതും എടുത്തിട്ടുണ്ട്. അടുത്തത് കുരുമുളകിൻ്റെ ഒരില. പിന്നെ വേണ്ടത് മുരിങ്ങയിലേൻ്റെ ഒരു തണ്ട്. പിന്നെ ഇതിന് മസ്റ്റായിട്ട് വേണ്ടത് മറ്റൊരു ഇലയാണിത്. ഈ മണക്കുന്ന അപ്പാന്ന് നമ്മൾ പറയും. നിങ്ങളെന്താ പറയുമെന്ന് ഒന്ന് കണ്ടിട്ടുണ്ട്, കമൻ്റ് ഇട്ടേക്കണേ. മണക്കുന്ന അപ്പ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസ്റ്റായിട്ട് പേഗോഡ, കൃഷ്ണകിരീടം എന്നൊക്കെ പറയും, പേഗോഡേൻ്റെ പൂവ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരലിലിട്ടിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കാം. പിന്നെ ഇടിച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇടണം. എൻ്റെ അടുത്ത് കല്ലുപ്പില്ലാത്തതുകൊണ്ട് പൊടിയുപ്പാണ് ഞാൻ ഇടുന്നത്. കുറച്ച് സാധാരണ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന അത്ര ഇടണം. 1 സ്പൂണൊന്നല്ല, 1/4 സ്പൂണ് കല്ലുപ്പ്. ഞാൻ പൊടിയുപ്പാണ് ഇടുന്നത്. ഇത്രയുണ്ട്. ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വേണ്ടത്. ഇരുമ്പിൻ്റെ ചട്ടുവും നമുക്കത് ചെയ്ത് തുടങ്ങാം. എന്നാലും ഇരുമ്പ് ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ല പ്യൂർ വെളിച്ചെണ്ണ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടും തന്നെ വേണം, അതും ഉണ്ട്. എന്തായാലും വെളിച്ചെണ്ണ നന്നായിട്ട് തിളക്കട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സാധനം ഇതിലേക്ക് ഇടുന്നുണ്ട്. തൈലം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് ആറണം. ആറിയിട്ട് ഞാൻ എൻ്റെ കാലിൻ്റെ വിരലിനെ ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇതൊരു റെഡ് കളറാണ് ഉള്ളത്. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. കുറച്ച് ചുവപ്പ് കളർ കണ്ടോ, നല്ല. ഇത് ജസ്റ്റ് കാലിനൊന്ന് തടയാൻ മാത്രം എടുക്കുന്നതാണ്. ബാക്കി ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കണം.
ഇത്രമാത്രം മതി. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഇതിൻ്റെ കളർ കണ്ടോ? ഇതെടുത്തിട്ട് കാലിൻ്റെ ഈ വിടവിൽ തടയി കൊടുക്കുക. പിന്നെ ചൊറിച്ചൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. എനിക്കെന്തായാലും ചൊറിച്ചലോ വിടവിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കണ്ടോ? കാലിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതേപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.